നിങ്ങൾ ഇതുവരെ അറിയാത്ത മഹാരഹസ്യം നിങ്ങൾ ഇപ്പോൾ അറിയുകയാണ്. താജ്മഹൽ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രമാണ്. പരമശിവന്റെ ക്ഷേത്രമായിരുന്ന താജ്മഹൽ മുസ്ലിങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച് വംശഹത്യ നടത്തി ഒരു താജ്മഹൽ മസോലിയമാക്കി മാറ്റിയതാണ്. ഈ രഹസ്യം എത്ര പേർക്കറിയാം? ഇത് പരേഷ് റാവൽ, അദ്ദേഹം വളരെ പ്രമുഖനായ ബോളിവുഡ് താരം മാത്രമല്ല, BJP മുൻ MP ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പോസ്റ്റർ താജ്മഹലിന്റെ മകുടം തുറക്കുമ്പോൾ അതിൽ നിന്ന് പരമശിവൻ വെളിയിലേക്ക് വരുന്നു. ഇതിലൊരു സന്തോഷമുള്ളത്, ഈ പോസ്റ്ററിനെ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അടക്കം കാര്യമായിട്ട് ട്രോൾ ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായ അവസാനം പരേഷ് റാവലിന് പോലും ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കേണ്ടി വന്നു. ഇതിങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. ഒരു ഉളുപ്പും മടിയും ഇല്ലാതെ പച്ച കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ഈ നാടിന്റെ ശാപമാണ്. നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹിന്ദുക്കളെ പറ്റിച്ച് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കി അതിൽ നിന്ന് കാശുണ്ടാക്കി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് അധികാരം പിടിക്കാനും അതിൽ നിന്ന് ഹിന്ദു മുസ്ലിം സംഘർഷത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇവരെ പോലുള്ളവർ ഇത് ചെയ്തത്. അത് കേരള സ്റ്റോറി ആകാം, കാശ്മീർ ഫയൽസ് ആകാം. ഒന്നിനെ 100ഉം 1000ഉം 10000ഉമായി കാണിക്കുന്ന തന്ത്രം. കേരള സ്റ്റോറി ചെയ്തത് എന്താ? 3 പെൺകുട്ടികളുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. കാശ്മീരി ഫയൽ സംഭവിച്ചത് എന്താ? കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ച ജനുവിനായ വിഷമത്തെ 10 ഇരട്ടിയും 100 ഇരട്ടിയും വലിപ്പമായി കാണിച്ച് ഹിന്ദു മുസ്ലിം സ്പർദ്ധകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഹിന്ദുക്കളോടൊന്നും ഒരു ഇഷ്ടവുമില്ല. അങ്ങനെ നമ്മൾ ഹിന്ദുക്കളെ തെറ്റിദ്ധരിക്കരുത്. ഈ ഹിന്ദുത്വവാദികൾക്ക് ഒരു ഇഷ്ടവും നമ്മളോടില്ല. പകരം നമ്മളുടെ അടക്കമുള്ള മനസ്സിലെ ഭയം, നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിലെ വിഷയങ്ങൾ ഇവ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് സാമ്പത്തിക ലാഭം, രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്. ഭഗവാൻ പരമശിവനെ അപമാനിക്കുന്നതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്. പരമശിവൻ നമ്മൾ 100 കോടിയോളം ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു ദൈവീക സങ്കല്പമാണ്. പരമശിവനെ ഇതിന്റെ പുറത്ത് പ്രതിഷ്ഠിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ മുഴുവൻ ഈ പരമശിവന്റെ അമ്പലമായിരുന്നു. ഇത് മാറ്റാനുള്ളതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുമാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു പെറ്റ തള്ള സഹിക്കാത്ത തള്ളും കൂടെ തള്ളും. ആ തള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ മതമൊന്നും പറഞ്ഞില്ല, ആർഷ ഭാരത സംസ്കാരത്തിന് വേണ്ടിയാണ്. ഈ ഉളുപ്പില്ലാത്തവന്മാർ ഈ നാടിന്റെ ശാപമാണ്. ഇവന്മാരിലെ തീവ്രവാദികളാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ഈ തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നു ഗോഡ്സെ. രാഷ്ട്രപിതാവായ യഥാർത്ഥ ഹിന്ദു സന്യാസിയായ മതസൗഹാർദ്ദത്തിനും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയെ കൊന്നത് ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദിയാണ്. ഈ പ്രൊപ്പഗാൻഡ കണ്ടാലേ നമ്മൾ ഹിന്ദുക്കൾക്ക് മനസ്സിലാവും. ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. ഈ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുമാർ എത്ര ചീത്തയാണ് എന്നുള്ളത്, എത്ര മോശമാണ്, മനസ്സിൽ എത്ര വിഷമാണ് എന്നുള്ളത്. അതിന്റെ ഒരു തെളിവാണ് ഈ സാധനം. ഒന്ന്, പരമശിവനെ അങ്ങനെ വെച്ച് ഹിന്ദു സെന്റിമെന്റ്സിനെ പ്രൊവോക്ക് ചെയ്യുക, എന്നിട്ട് താജ്മഹലിന്റെ താഴെ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് പറയുക. ഇത് തന്നെ പല ആവർത്തി പല രീതിയിൽ കേരളത്തിലും പലരും പറയുന്നുണ്ട്. അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളി ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഒരു തീവ്ര ഹിന്ദുത്വവാദി പറയുന്നത്. ഇപ്പം ക്രിസ്ത്യാനികളുടെ വോട്ട് വേണ്ടോന്നത് പറയുന്നൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇത് ഒരു മനോരോഗമാണ്, ഇതൊരു തരം അസുഖമാണ്. ഇത് ആദ്യം പരേഷ് റാവൽ റിലീസ് ചെയ്ത പോസ്റ്ററാണ്. BGM ഒക്കെ ഇട്ട് അത് തുറക്കുമ്പം പതുക്കെ പരമശിവന്റെ ഈ ചിത്രം പുറത്തു വരും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരമശിവൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുണ്ടാവും, താജ്മഹൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുണ്ടാവും. താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്, ഇന്ത്യയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്. ഷാജഹാൻ നിർമ്മിച്ചതാണ്. എന്നിട്ട് ഈ ട്രെയിലറിന്റെയും ചില ഭാഗങ്ങൾ കൂടെ ഞാൻ കാണിക്കാം. ഫുള്ള് കാണിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു മറ്റേ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വല്ലതും വരും. അതിന്റെ 1-2 ഭാഗങ്ങൾ കാണിച്ചാൽ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ഇത് താജ്മഹൽ പോകുന്നു, ഇയാള് താജ്മഹലിന്റെ ഒരു ഗൈഡായിട്ടാണ്. എന്നിട്ട് ഇയാൾ അവകാശപ്പെടുന്നത് इस पर शाहजहां पे ताजमहल की जमीन और ताजमहल पर हमारी जमात का हक है. മനഃപൂർവ്വം മുസ്ലിങ്ങളെ നെഗറ്റീവായി കാണിച്ച് മുസ്ലിങ്ങളെ വില്ലന്മാരായി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. किसी दूसरे के किए हुए काम का झूठा श्रेय खुद नहीं लेते. ताजमहल का गाइड ही ताजमहल पर केस कराए, कोई तो ठोस वजह होगी उनके पास. विष्णुदास कौन है? मैं हूँ. मिलोड, ताजमहल मेरे लिए किसी भी मंदिर से ഇതാണ് അടുത്ത തെള്ള്. അതായത് വലിയ രീതി വന്ന് ആദ്യം കാര്യമായിട്ടൊക്കെ ഒരു പ്രശംസിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എങ്ങനെ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാം, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാം, അത് വെച്ച് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു സമുദായത്തെ ഒന്നാക്കാം. ഹിന്ദു സമുദായത്തെ ഒന്നാക്കുന്ന നല്ലൊരു ഐഡിയ ആണ്. അത് ഗാന്ധിജിയുടെ വഴിയിലായാൽ മതി. ഇസ്ലാമോഫോബിയ വേണ്ടതേ ഉള്ളൂ. कहीं शाहजहां कंफ्यूज तो नहीं कि मैं मकबरा बनाऊं कि मंदिर बनाऊं?
शाहजहां मंदिर क्यों बनवाएंगे? हाँ, उनका काम तो तुड़वाने का था. ഷാജഹാന്റെ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ പൊളിക്കുകയായിരുന്നു ഷാജഹാന്റെ പരിപാടി. आप ये बताइए कि ये हिंदू महल कैसे है? आप ताजमहल के नीचे जो 22 कमरे हैं उसमें कभी गए? താജ്മഹാളിന്റെ താഴെ കുറെ മുറികളുണ്ട്. ഈ തീവ്ര ഹിന്ദുത്വങ്ങളുടെ സ്ഥിരമുള്ള ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. അതിന്റെ താഴെ കുറെ മുറികളുണ്ട്. ആ മുറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടാത്തൊന്നും എന്തോ വലിയ രഹസ്യമുണ്ടെന്ന്. അതിന്റെ താഴെയുള്ള വളരെ സാധാരണ മുറികളാണ്. ഞാൻ പണ്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദി ഇതേപോലെ വന്നിട്ട് പറഞ്ഞു, ഗോഡ്സെ കോടതിയിൽ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു, പറയാതിരിക്കുന്നത് അത് ഈസി ആയിട്ടൊരു പുസ്തകമായിട്ട് തന്നെ വെളിയിറങ്ങിയിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ പോരെ. ഞാൻ ഫുള്ള് വായിച്ചിട്ടുണ്ട്. പറയുന്നത് മുഴുവൻ ഉളുപ്പില്ലാത്ത കള്ളവും എന്താ പറയണേ തെറ്റുമാണ്. അത് വിഷം മാത്രമല്ല, പച്ച കള്ളങ്ങളുമാണ്. അപ്പോ എന്തോ വലിയ രഹസ്യം തങ്ങൾ ഇങ്ങനെ അനാവരണം ചെയ്തു. എന്തോ വലിയൊരു സത്യമുണ്ട്, ബാക്കി ആർക്കും അറിയില്ല. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ മാത്രം അത് സഞ്ചരിച്ച് അനാവരണം ചെയ്തു. സ്ഥിരമുള്ളവരുടെ പരിപാടിയാണ്. താജ്മഹാളിന്റെ താഴേക്ക് പോയപ്പോൾ ഞങ്ങൾ പലതും കണ്ടു. അടച്ചിട്ടിരിക്കുന്ന മുറിയല്ലേ, ആരെന്ത് കാണാനോ? ഒന്നും കണ്ടിട്ടില്ല. ഈ സ്ഥിരം പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് താജ്മഹാളിന്റെ താഴെയുള്ള മുറികൾ തുറന്നു നോക്കിക്കൂടാ? അതായത് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഒക്കെ വീട്ടിന്റെ താഴെ ഒരു പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ആണെന്ന് പറഞ്ഞാൽ അത് കുഴിച്ചു നോക്കാൻ പറ്റൂ? സ്ഥിരം ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് എന്താ പറഞ്ഞ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സ്ഥിരം ഒരു നമ്പറാണ്. ഞങ്ങൾ താജ്മഹാളിന്റെ താഴത്തെ മുറി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ മുറികളിൽ എന്തായിരുന്നു? അതായത് പറയാതെ പറയുന്നത് ഹിന്ദു ദേവന്റെ രൂപങ്ങളായിരുന്നു. അവിടെ എന്താ പറയണ ശിവന്റെ വിഗ്രഹങ്ങളായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. മിക്കവാറും ശിവലിംഗത്തെയാണ് കയറി പിടിക്കുന്നത്. കാര്യം ഏത് ലോകത്തിലെ പഴയ കെട്ടിടത്തിൽ പോയാലും കുറച്ച് ഉരുളം കല്ലുകളും കാര്യങ്ങളും കിട്ടും. ഈ കാണുന്ന ഉരുളം കല്ലുകൾ ശിവലിംഗം പൊട്ടിയതാണെന്ന് പറയും. ഇതൊരു സ്ഥിരമുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ ശിവലിംഗം തരരുതെന്ന് മോഹൻ ഭഗവത്ജി പറയുന്നത്. ഇതൊരു മനോരോഗമാണ്. ഈ മനോരോഗം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഇല്ലാത്ത കരുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി നമ്മൾ മാത്രം പറയുന്നതാണോ? ഇത് കാണുന്ന ബി ജെ പിക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാര്യം ബി ജെ പിക്കാരാണ് ഇത് പ്രധാനമായിട്ട് പറ്റിക്കപ്പെടുന്നത്. ബി ജെ പിക്കാരാണ് പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രൊപ്പഗാൻഡകളിൽ മണ്ടന്മാരായി വീണു പോകുന്നത്. ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകസഭയിൽ ഔദ്യോഗികമായി പറഞ്ഞതാണ്. നോ എവിഡൻസ് ഓഫ് താജ്മഹൽ വാസ് എ ഹിന്ദു ടെമ്പിൾ. ഗവൺമെന്റ് ടു ലോകസഭ 2015. മഹേഷ് ശർമ്മ, ബ്രാഹ്മണനുമാണ്, ഡൽഹിയിൽ ഉള്ളതാണ്. മഹേഷ് ശർമ്മ നമ്മുടെ കൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്നു. യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല താജ്മഹൽ അമ്പലമാണെന്ന് പറയാൻ. ഇത് BJP നരേന്ദ്രമോദി ഗവൺമെന്റ് അന്ന് പ്രത്യേകിച്ച് 300 സീറ്റിനടുപ്പിച്ച് കിട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. ഇത് നമ്മളെ പറ്റിക്കാനാണ്, നമ്മളെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നതാണ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. ആ അടച്ചിട്ട മുറികളിൽ എന്തായിരുന്നു? ഒരു കോപ്പുമില്ലായിരുന്നു. അടച്ചിട്ട മുറികൾ വെറുതെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവരൊക്കെ മഹാന്മാരാണല്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. മഹാറാണ പ്രതാപ്, ശിവജി, ഛത്രപതി ശിവജി, സംഭാജി മഹാരാജ്, ഇവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ ഇവരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ദ്വന്ദ്വം എന്താണെന്നറിയാമോ? ബൈനറി ഫൈറ്റ്. ഒരു സ്ഥലത്ത് ഛത്രപതി ശിവാജി, മറു സ്ഥലത്ത് ഷാജഹാൻ. അങ്ങനെ ഇല്ല. രണ്ടുപേരും നമ്മുടെ രാജാക്കന്മാരായിരുന്നു. രണ്ടുപേരും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഭരിച്ചിരുന്നവരായിരുന്നു. പക്ഷേ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ, റിഫ്റ്റ് ഉണ്ടാക്കാൻ, സ്പർദ്ധ ഉണ്ടാക്കാൻ, ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. അതിന് മറുപടി ഹിന്ദു മുസ്ലിം വേണ്ട, മതേതരത്വം മതി എന്നുള്ളതല്ല, ഹിന്ദു പ്ലസ് മുസ്ലിമാണ്. അതായത് ഛത്രപതി ശിവജി വേഴ്സസ് ഷാജഹാൻ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നത് ഹിന്ദു വേഴ്സസ് മുസ്ലിമാണ്. നമ്മൾ ഉണ്ടാക്കേണ്ടത് ഹിന്ദു പ്ലസ് മുസ്ലിമാണ്. അല്ലാതെ ഹിന്ദു മുസ്ലിമും വേണ്ട എന്നല്ല. ആ ആംഗിൾ വർക്ക് ചെയ്യൂല. അതാണ് നെഹ്റുവിയൻ മതേതരത്വം. അത് വർക്ക് ചെയ്യില്ല. പകരം ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം, സാഹോദര്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, അതാണ് നമ്മൾ ഉണ്ടാകേണ്ട ആംഗിൾ. റോബില താപ്പറൊക്കെ ഈ ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെ കാണിച്ചിരിക്കുന്നതാണ്. ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയൻസും കൂടുതൽ ഒരു എന്താ പറയണേ ഹിന്ദു സെൻസിബിലിറ്റി അപ്രീഷിയേറ്റ് ചെയ്യണം. ആ പോയിന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന ആംഗിളിലല്ല. അടുത്തത് താജ്മഹൽ പ്രണയത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഒരു സ്മാരകമല്ല, വംശഹത്യയുടെ, ജനോസൈഡിന്റെ, അക്രമത്തിന്റെ.
ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കലാപങ്ങളാണ് വേണ്ടത്, സ്പർദ്ധയാണ് വേണ്ടത്, വർഗീയതയാണ് വേണ്ടത്, വിഷമാണ് വേണ്ടത്. മുസ്ലിങ്ങളെ മാത്രമല്ല മഹാത്മാഗാന്ധിയെ പോലും കൊല്ലാൻ മടിയില്ലാത്തവരാണ് ഇവർ. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് സാമ്പത്തിക ലാഭത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ടാണ്. ഇതേപോലെ പ്രൊപ്പഗാൻഡ സിനിമകൾ ഉണ്ടാക്കുന്നത് സാമ്പത്തിക ലാഭത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഹിന്ദുക്കൾ തിരിച്ചറിയണം. നമ്മൾ ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞാലേ നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദികൾ, ഗോഡ്സേവാദികളെ തടയാൻ നമുക്കാകും. അതുകൊണ്ട് തീർച്ചയായും അത്തരം പ്രൊപ്പഗാൻഡകൾ അറിഞ്ഞിരിക്കണം. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ BJPയുടെ കേന്ദ്രമന്ത്രി പോലും പച്ച കള്ളമാണെന്ന് ലോകസഭയിൽ പറയുന്ന കാര്യമാണ് സിനിമയായിട്ട് കൊണ്ടുവരുന്നത്. ഇതിന്റെ പിന്നിൽ ഉദ്ദേശം വർഗീയത, വിദ്വേഷം, വിഭാഗീയത, ലാഭം, രാഷ്ട്രീയ ലാഭവും സാമ്പത്തിക ലാഭവുമാണ്. അതിന് വീണു കൊടുക്കരുത്. കാര്യം കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ നാടുമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ വിഷമാണ്, ഗോഡ്സേവാദികളാണ്, ഗാന്ധിജിയെ കൊന്നവരാണ് എന്ന് നമുക്ക് ഓർമ്മയിരുന്നാൽ മതി.